അല്ല ഇതിങ്ങനെ ഉണ്ടോ, ഒരു ചെറിയ ശബ്ദം വരുന്നുണ്ടോ? അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളായിരിക്കും. അന്നോ വലിയ സംഭവമില്ല, കണ്ടോ മുഴങ്ങുന്നുണ്ടോ ശബ്ദം? ഇതിന്റെ മുഴക്കാന്നത് ആന്നൂടാ. അതെ, നല്ല രസമില്ലേ? അടിപൊളിയാന്നല്ലേ. അപ്പം എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് വലിയൊരു ഗിഫ്റ്റ് സമ്മാനം വന്നിട്ടുണ്ടല്ലേ. അതിൻ്റെ അൺബോക്സിംഗ് ആണ്. എന്താണ് അവർ തന്നേക്കുന്നത്? ഇത്രയും വലിയ സമ്മാനം ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് യൂട്യൂബുകാരെന്താണ് നമ്മളോട് ഇത്ര സ്നേഹമായിട്ട് നമുക്ക് ഗിഫ്റ്റ് തന്നെ എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് വരുമ്പോൾ എന്തായാലും നിങ്ങളുടെയും കൂടെ ആണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാരണമാണ് അതെ സംഭവം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വെക്കുവാണ്. അപ്പോൾ ഇതെന്തോ കോവിഡിൻ്റെ സംഭവമായിട്ട് അവർ എന്താ പറയുക, കെയർ കംസ് ഫസ്റ്റ് എന്നുള്ള ഹാഷ്ടാഗിൽ അവർ നമുക്ക് അയച്ചു തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഇതിനകത്തുള്ളത് അതൊക്കെ നമുക്ക് കാണാം. വളരെ നൈസ് ഒരു പാക്കേജിങ് ഡിസൈനാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടോ, ഓരോന്നും ഓരോ പോക്കറ്റ്സ് ആയിട്ടാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പ്ലേ, പോസ്, ക്രിയേറ്റ്, റിപ്പീറ്റ്. അപ്പോൾ എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഓരോന്നിനകത്തും ഓരോ സംഭവങ്ങളുണ്ട്. അത് നമ്മൾ നിങ്ങളെ ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം അല്ലേ? പ്ലാൻ തന്നെ നമുക്ക് മേളിൽ നിന്ന് തുറക്കാം. മോളിൽ നിന്ന് തുറക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ? സംഭവം കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാൻ തോന്നുന്നു അല്ലേ? അതേ സമ്മാനം നോക്കട്ടെ, പിന്നെ നോക്കാം എന്താ ഇട്ട് വെക്കണ്ടേ. പ്ലാൻ തന്നെ നമുക്ക് യൂട്യൂബിന്റെ ഒരു കാർഡ് ഉണ്ട്, കാർഡ് കാണും അല്ലേ? പ്ലേ ബട്ടൺ വന്നപ്പോഴും ഉണ്ടായിരുന്നു. ഇത് മെയിൻലി നമുക്ക് കോവിഡ് ടൈമിൽ നമ്മൾ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഗിഫ്റ്റ് വന്നിരിക്കുന്നത്. മെയിൻലി അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് ഇതിലൂടെ കിട്ടിയേക്കുന്നത്. പിന്നെ ഉള്ളത് പുട്ട് ഹെൽത്ത് ഫസ്റ്റ്, ഓക്കെ, അത് തന്നെ സെയിം അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉള്ളത് നമുക്ക് മാസ്കാണ്. ഒരു നല്ല വൂളൻ മാസ്ക് ആണല്ലോ മമ്മിക്ക് വേണ്ടി വൂളൻ മാസ്ക്. തുടക്കത്തിലെ മാസ്ക് വിട്ട് വേണം തുടങ്ങാൻ. മാസ്ക് നല്ല അടിപൊളി ഒരു മാസ്കാ. പിന്നുള്ളത് വെറ്റ് വൈപ്സ് ആണ്. മാസ്ക് കാണിക്കട്ടെ, കണ്ടില്ലേ? നല്ല സൂപ്പർ ഒരു മാസ്ക് ആണ്. മൂളൻ്റെ ആയില്ലേ? അപ്പം തണുപ്പും എല്ലാം ഉദ്ദേശിച്ചാണ്. അവിടെ നിന്നല്ലേ വന്നത്? എവിടുന്നാ? ഡൽഹിയിൽ നിന്നാണ് വന്നത്. ഡൽഹി മുംബൈയിൽ നിന്ന് കണ്ടാ വരുന്നത്. അപ്പോൾ അവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ. പിന്നുള്ളത് നമ്മുടെ വെറ്റ് വൈപ്സ് ആണ്. ഓക്കെ, ഇത് സാനിറ്റൈസ്ഡ് സംഭവമാണ്. അതും കൊള്ളാം. വേറെ ഇവിടെ മേളിലൊന്നും തന്നെ ഇല്ല. പിന്നെ ഉള്ളത് അതൊക്കെ നമുക്ക് അതൊക്കെ ഞങ്ങൾ തിരിച്ചു വെച്ചേക്കാം. ഓ വേണ്ട, യൂട്യൂബർ തന്നല്ലേടാ, ഇടാൻ നമുക്ക്. പിന്നുള്ളത് പ്ലേ നമുക്ക് അങ്ങ് പുറത്തെടുക്കാം. ഓക്കെ, പ്ലേക്കകത്തുള്ളത് എന്തൊക്കെയാണ്? സ്വർണ്ണം അങ്ങാട്ടാന്ന് തോന്നട്ടെ. ഇവന് സ്വർണ്ണപ്പാട്ടയാണോ? കുറെ കുപ്പികളും പാട്ടുകളൊക്കെ ഉണ്ട്. എന്തോ സംഭവം എന്ന് അറിയത്തില്ല. നോക്കട്ടെ എന്തോന്നല്ലേ. മൂന്ന് സ്നേഹത്തോടെ ഏതാണ്ട് തന്നിരിക്കുന്നതാ. 3 ഡിഫറെന്റ് കുപ്പികളാണ്. ഒന്നും തന്നെ എഴുതിയിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം സംഭവം എന്താണെന്നുള്ളത്. ഇതെന്താ തുറക്കാൻ പറ്റില്ല. ഇതെന്താ സംഭവം? ഇത് ഡവ് എന്നാണ് എഴുതിയേക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളെ കൊച്ചുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ മറ്റേ ക്ലേ ഇല്ലേ, അതാണെന്ന് തോന്നുന്നു. അതെ, ഇനിയിപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് ഞാനിനി ഈ വയസ്സാം കാലത്ത് ഇനി മമ്മി ഇതും കളിച്ചോണ്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കുത്തിയിരുന്ന് കളിക്കട്ടെ. കൊറേ ആയല്ല ആൾക്കാര് കളിയും പെണ്ണും വെച്ചിട്ട് കളിക്കുന്ന മാതിരി കളിച്ചോണ്ടിരിക്കട്ടെ കേട്ടോ. അപ്പം പല നിറത്തിലുണ്ടോ? ഒരു മൂന്ന് കളറിലുണ്ട്. ഒരു ക്രീമിഷ് കളറ്, ഒരു ബ്ലാക്ക് കളറ്, പിന്നെ റെഡ്. അപ്പോൾ ഒരു ചുറ്റികയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് പരത്തിയോ? ഇടയ്ക്കിടയ്ക്ക് കൃഷി ചെയ്ത് കിളി പോകുമ്പോ 2 കൊട്ട് കൊടുക്കാൻ കേട്ടോ, പരത്താനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഈ കളറ്. ഇനി അടുത്ത കളർ എന്താ നോക്കിക്കേ. റെഡ്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇതൊന്നും അല്ല ഉദ്ദേശം. ഇതൊക്കെ നിങ്ങളെ കുറിച്ച്. നിങ്ങൾക്ക് ഏതാണ്ട് സമയമായെന്ന് യൂട്യൂബിന് മനസ്സിലായി കേട്ടോ. എന്തിന്റെ സമയം? കല്യാണമൊക്കെ കഴിച്ച് കൊച്ചുങ്ങളൊക്കെ ആവാറായി മനസ്സിലായെന്ന് തോന്നുന്നു. അതങ്ങണ്ട ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ മിനി ചേച്ചിയുടെ കൂടെ 2 പിള്ളേരുണ്ടല്ലോ, അവർ ഉരുട്ടി കളിക്കട്ടെ. അവരിരുന്ന്
അവരിരുന്ന് ഉരുട്ടിക്കളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ തലമുറക്കാരിരുന്ന് ഉരുട്ടിക്കളിക്കുകയൊക്കെ ചെയ്യട്ടെ ചെയ്തിട്ടാണ് കേട്ടോ. സമയമായെന്ന് അവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം യൂട്യൂബ് പറഞ്ഞു കൊടുത്താലേ അവർക്ക് അല്പം മനസ്സിലായാലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലേ ആയി. ഇത് അടച്ച അപ്പം ഇനി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ 2 കൊട്ട് കൊടുക്കാം. അവരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, യൂട്യൂബുകാരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തലയ്ക്ക് കൊട്ട് തന്നിട്ട് എളുപ്പം പരിപാടിയാക്കാം. ഇതെന്തോടെ പിന്നെ ഉള്ളത് ഇത് പ്ലേയിങ് കാർഡ്സ് ആണെന്ന് തോന്നുന്നു. തുറന്നേ. അത് ശരി. ഇനി വെറുതെ ഇത് സമയം കളണ്ട, കുറച്ച് ചീട്ടുകൾ സമയം ഓപ്പൺ ചെയ്താൽ ചീട്ട് കളിച്ച് വഷളാവാനൊന്നും തന്നെയൊന്നും അല്ല കേട്ടോ. നല്ല കുറേ കാർഡ്സ് കേട്ടോ. സാധാരണ നമ്മൾ കണ്ടുവന്ന കാർഡ്സ് ടൈപ്പ് അല്ല, നല്ല ഡിഫറെൻറ്റ് യൂട്യൂബിൻ്റെ ഒരു സിമ്പിളുണ്ട് ഈ സൈഡിൽ. നമ്മൾ സാധാരണ വെള്ളയ്ക്കകത്തല്ലേ കാണുന്നത്. ഇത് ഓരോന്നും ബ്ലൂ, സിയാൻ കളർ, ഓറഞ്ച്, യെല്ലോ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് കളേഴ്സിലാണ് നമുക്ക് കാർഡ്സ് കിട്ടുന്നത്. ഒരു പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീലുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പം കുടുംബമായിട്ട് എല്ലാവരും പാചകമൊക്കെ പിന്നിരുന്ന് കുറച്ച് നേരം ചീട്ട് കളിക്കുക, അതായിരിക്കും മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലേ. മെയിൻലി അവരുദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയൊക്കെ അല്ലേ, കൂടുതൽ പുറത്തു പോകാതെ വീട്ടിൽ കുത്തിയിരുന്ന് ചീട്ട് കളിച്ചോണ്ടിരിക്കുക. ചീട്ടായി. എനിക്കിഷ്ടപ്പെട്ട ഡിസൈനും കാര്യങ്ങളൊക്കെ. വേറെ കുറച്ച് സാധനം ഉണ്ടടാ. ഇതെന്തുവാ, തീയിരിക്കാനോ? ഇത് മമ്മി അതെനിക്ക് ഒന്ന് ചകിരിച്ചോറ് പൊടിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതോ തണുപ്പ് കാലത്തിരുന്ന് തീകായാനായിരിക്കും. ഇത് നമ്മുടെ ഗ്രോ ബാഗിനകത്ത് അവസാനം ഇടാൻ മമ്മിക്ക് അഥവാ കരിയിലൊക്കെ കുറവാണെങ്കിൽ കുറച്ചുണ്ടെങ്കിൽ ഇടായില്ലേ. അത് ഇത് മെയിൻലി നമ്മുടെ യൂട്യൂബിന്റെ കാര്യം എന്തായാലും കൊള്ളാം കേട്ടോ. മെയിൻലി കുഷനിങ്ങിന് വേണ്ടിയാണ് ഇതേപോലത്തെ ഇത് വന്നേക്കുന്നത്. തമാശ പറഞ്ഞിട്ട് അടുത്ത നമ്മുടെ പ്ലേ കഴിഞ്ഞു. ഇനി ക്രിയേറ്റിനകത്ത് കുറേ കുപ്പിയും പാട്ടയൊക്കെ ഉണ്ട്. എന്താണെന്ന് നോക്കാം. നിങ്ങളെ വെറുതെ വിടത്തില്ല കേട്ടോ. ഇത് പ്രൈമറാണ്, ബ്ലോക്ക് പ്രിന്റിംഗ് കിറ്റ്. ഓക്കെ, ബ്ലോക്ക് പ്രിന്റിംഗ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് മമ്മിയെ ഉദ്ദേശിച്ച് മാത്രം വന്നതല്ല, മെറിനെയും കൂടെ ഉദ്ദേശിച്ച് വന്നതാണ്. മെറിൻ ഫാഷൻ ഡിസൈനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കളേഴ്സാണ്, പല ടൈപ്പ് കളറുകളുണ്ട്. അത് പ്രൈമർ അടിച്ചിട്ട് പിന്നെ അങ്ങ് തുടങ്ങാം ഇല്ല. എന്താണ് തുറന്ന് നോക്കാൻ നോക്കാം. ഓക്കെ, ഇത് ഡൈ ആണ് കേട്ടോ. ഓരോ ടൈപ്പ് ഓരോ ഡിസൈനിൽ ഡൈ ആ. അത് തന്നെ അച്ചിന് ഡൈ എന്നാ പറയുന്നത്. ബ്ലോക്സും ഡൈയും ഉണ്ട്. ഇതൊക്കെ ഓരോ ബ്ലോക്സാ. മറ്റേ നമ്മൾ ഒരു ഈ ഡ്രസ്സിന്റെ ഒക്കെ സൈഡിൽ ഓരോ ഡിസൈൻ വരത്തില്ലേ, അതുപോലത്തെ ഒരു ബ്ലോക്സ് ആണ്. ഒരു തരത്തിലും വെറുതെ ഇരിക്കരുത്, എപ്പോഴും ആക്റ്റീവായിട്ട് ഇരുന്നോളാം. ഇതാണ്ട് നല്ല നല്ല ഡിസൈനാണ്, നല്ല രസമുണ്ട്. ഇത് മെറിന് പറ്റിയ പരിപാടികളാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നുള്ളത് തടിക്കാത്താണ് ഇതല്ലേ. എല്ലാം തടിക്കാത്താണ്, സ്ട്രോങ് സാധനം. ഇതെന്തോ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും എന്തോ സംഭവമെന്ന്. അപ്പോൾ ഇത് യൂസർ മാനുവലാണ്, ബ്ലോക്ക് പ്രിൻറ്റിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇത് ആക്ച്വലി ഇവർ ആക്റ്റീവ് ഹാൻഡ്സ് DIY എന്ന് പറയുന്ന കമ്പനിയുടെ കൂടെ കൊളാബ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നെയാണ്. ഇതെന്തോ സംഭവം നോക്കിയാൽ തുണിയാണോ അത് വേറെ എന്തെങ്കിലും ആണോ? അല്ല, ഇത് സഞ്ചി എല്ലാം വാരിയിട്ടുണ്ട്, തോളയിട്ടുണ്ട് പോകാം. പറ്റിയ നല്ല ആർട്ടിസ്റ്റിനൊക്കെ പറ്റിയൊരു സംഭവമാണ്. ഇതേ ഓരോന്നൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ തോളയിട്ടോണ്ട് പോവാം അല്ലേ. പിന്നെ ഇത് വെച്ച് ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പ്രിന്റ് ചെയ്യാം. വേറൊരു ടൈപ്പ് ക്യാൻവാസ് ക്ലോത്ത് ആണ്, സാധാരണ കിട്ടുന്ന ക്ലോത്ത് അല്ല. നമ്മൾ ഈ മറ്റേ മെറിൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് ക്ലോത്ത് അല്ലേ, അതേപോലത്തെയാണ്. അപ്പോൾ മെയിൻലി ഡിസൈനേഴ്സിനെയും ക്രിയേറ്റീവ് പീപ്പിൾസിനെയും ബേസ്ഡ് ചെയ്താണ് ഇതെല്ലാം അവർ അയച്ചു തന്നേക്കുന്നത്. അപ്പോൾ ഇനി വെറുതെ കൃഷി ചെയ്ത് സമയം കളയാതെ ഇനി കൃഷി ചെയ്ത് ബോറായി കഴിഞ്ഞാലേ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് അവർ തന്നേക്കുന്നത്. പിന്നെ അത് കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പച്ചക്കറി പറിച്ചൊക്കെ കൊള്ളാം, അതൊക്കെ കൊള്ളായിരിക്കും. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് നമുക്ക് വന്നേക്കുന്നത്. പിന്നെ ഈ ബ്ലോക്സിൽ നമ്മൾ കളർ അടിക്കാൻ വേണ്ടി ഇതാണ്ട് കുറേ കളർ പിഗ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, നോൺ ടോക്സിക് വാട്ടർ സോളിബിൾ
അതെല്ലാം മെറിന് ഉപകാരം. ഇതൊക്കെ മെറിന് ഉപകാരപ്പെടും. അപ്പോൾ ഇതൊന്നും മമ്മിക്ക് പറ്റിയ പരിപാടിയല്ല. കൊണ്ടുപോയാൽ അവൾക്ക് കൊടുത്തരാം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് അകത്തിട്ടേക്കാം. മെറിന് എന്തോന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അപ്പോൾ നമ്മുടെ ക്രിയേറ്റും അകത്തോട്ട് പോവുകയാണ്. ഇനി അടുത്ത പോസ്. സംഭവമാണല്ലോ. പിത്തള പാത്രമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു തിരികെയൊക്കെ ഉണ്ട് കേട്ടോ. മോര് കാച്ചിട്ടങ്ങോട്ട് വെക്കാനാന്നോ നോക്കട്ടെ. അതോ നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി അല്ലേ, ഇഞ്ചി വെളുത്തുള്ളി വേപ്പെണ്ണ ഇടിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇതൊന്നുമല്ല സംഭവം. ഇത് ആക്ച്വലി everyone need a little bit of കുറേ തീ ഇരിക്കാനായിട്ട്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരയ്ക്കാൻ വേണ്ടിയുള്ള പിത്തളപാത്രം ഒന്നും അല്ല. ഇത് ആക്ച്വലി മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ബൗളാണ്. ഓക്കെ, ഇതിനെ പറയുന്നത് സിംഗിങ് ബോൾ എന്നാണ്. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി നല്ല സൗണ്ട് കണ്ടല്ലേ, നല്ല മുഴക്കം അല്ലേ. നമ്മളീ ഈ ഡൽഹി സൈഡ് അല്ലെങ്കിൽ ഇച്ചിരി നോർത്ത് സൈഡിലോട്ട് പോകുമ്പോൾ അവിടുത്തെ അമ്പലങ്ങളിൽ നമ്മൾ മണിയുടെ ശബ്ദം കേൾക്കത്തില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് ഇത്. ആക്ച്വലി മെഡിറ്റേഷൻ സമയത്ത് നമുക്ക് ഇച്ചിരി പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനാണ് ഇതേപോലത്തെ ബൗൾസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ അതെ ഈ പോസ് എന്ന് ചെയ്തിട്ടില്ലേ, മെയിൻലി നമ്മൾ പോസ് ചെയ്ത് ഇച്ചിരി കൂടെ മൈൻഡ്ഫുൾ അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് ആവാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം തന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി നല്ല രസമായിരുന്നു. മേളി വെച്ചിട്ട് വേണം ചെയ്യാനല്ലേ. അതിന്റെ കെട്ടുന്ന വടയൊന്നും അല്ല, എങ്ങനെ എവിടെ കൊട്ടിയാലും നല്ലൊരു സൗണ്ട്, നല്ലൊരു ശബ്ദമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനൊന്നും അല്ല, അത് അറിയാവുന്നവർക്കേ അറിയത്തുള്ളൂ അല്ലേ. ആന്നോ? അല്ല, ഇതിങ്ങനെ ഉണ്ടാവും, ഒരു ചെറിയ ശബ്ദം വരുന്നുണ്ടോ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അന്നോ വലിയ സംഭവമില്ല, കണ്ടോ മുഴങ്ങുന്നുണ്ടോ ശബ്ദം. ഇതിന്റെ മുഴക്കാന്നത് ആന്നോടാ. അതെ, നല്ല രസമില്ലേ, അടിപൊളിയാന്നല്ലേ. ചെയ്യണം നമ്മളൊരു പീസ്ഫുൾ ആയിട്ട് ഒരിടത്ത് ഇരുന്ന് ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ നല്ല മൈൻഡ് ഭയങ്കര കാമാവും. കൊള്ളാം കേട്ടോ, സൂപ്പറാണ്. അങ്ങനെ എക്കോ ഇങ്ങനെ അല്ലേ വഴങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ പല സൈസ് ബോൾ വരും, പല ക്വാളിറ്റിയിൽ സാധനം വരും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ് അവർ അയച്ചു തന്നേക്കുന്നത്. നല്ല കോപ്പറോ ഇതൊരു മെറ്റീരിയലാണ്, അതിൻ്റെ സ്പെഷ്യൽ മെറ്റീരിയലാണ്. ഇതേപോലെ സൗണ്ട് വൈബ്രേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് മെറ്റീരിയൽ തന്നെ ആവണം. നമുക്ക് കേൾക്കുന്നുണ്ട്, മുഴങ്ങുന്നുണ്ടോ? എത്ര ഒരു വട്ടം നമ്മൾ അടിച്ചതേ ഉള്ളു. സംഭവം കൊള്ളാം. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ സംഭവം ഇങ്ങനെ നോക്കിയിരുന്നതായിരുന്നു. അപ്പം ഉദ്ദേശിച്ച എല്ലാവർക്കും ഉള്ളത് ഇതിന്റെ മേളിൽ തന്നെ വെച്ചാലേ ഇത് കേൾക്കത്തുള്ളൂ. നോക്കിക്കേ, ഇല്ല, ഇതൊരു ഫ്ലാറ്റ് സർഫേസിൽ വെച്ചാൽ മതി. അതെന്ന് വെച്ചാൽ ഈ വൈബ്രേഷൻ വേറെ എങ്ങോട്ടും പോവാതെ. ഇനി അങ്ങനെ ചെയ്തേ ഉണ്ട്. ഇത് വെച്ച് നോക്കിക്കേ, ഇത് ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം വെക്കുമ്പോൾ. സിംഗിങ് ബോൾ എന്ന് പറയും. കൊള്ളാം സംഭവം, ഇഷ്ടപ്പെട്ടു. മതി. ഇതാണ് നമ്മുടെ സിംഗിങ് ബോൾ. ഓക്കെ, ദെൻ അതിനകത്ത് മമ്മിക്ക് ഗ്രോ ബാഗ് വെക്കാൻ വേണ്ടി കുറച്ച് കച്ചിയും ഇതെല്ലാം ഉണ്ട്. ഇവിടെ അല്ലെങ്കിലും ഇങ്ങനെ വേസ്റ്റ് ഒക്കെ കുറവാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയി പോകും ഇവിടെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് എനിക്ക് ബോക്സിൻ്റെ പാക്കേജിങ് ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഡിസൈൻ ഫീൽഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലത്തെ ക്രിയേറ്റീവ്ലി കുറേ കാര്യങ്ങളാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു റെക്റ്റാങ്കുലർ പാക്കേജിൽ സാധാരണ നമ്മൾ മേളിൽ നിന്ന് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് തുറക്കുന്ന രീതിയിലാണ് വെക്കാറെങ്കിൽ ഇത് ഓരോന്നും ഓരോ രീതിയിൽ ഇതേപോലെ സ്പെഷ്യലായിട്ട് അവർ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് അവർ നമുക്ക് ഓരോന്ന് അയച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അത് തന്നെ അതൊരു രസമുണ്ട്, കംപ്ലീറ്റ്ലി ഒരു പിന്നെ സംഭവമാണ് രസം. ഇനി നമുക്ക് വന്നേക്കുന്ന
സ്കിപ്പിംഗ് റോ. മമ്മിയുടെ തടി കൂടുന്നെന്ന് ആരോ പറയുന്നു കേട്ടോ. അത് അവർ വിചാരിക്കുന്നത് അത്രയും പ്രായമൊന്നും ആയിട്ടില്ല, ചേച്ചി എപ്പോഴും 16കാരുടെ കൂട്ടി ഇരുന്നാൽ മതി, ഇനി ചാടി ചാടി നടക്കാൻ ജമ്പ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട് അവര് ജമ്പിങ് റോപ്സ് ആണ് നമുക്ക് അയച്ചു തന്നേക്കുന്നത്. ഡെക്കത്ലോണിൻ്റെ ആണ്. നല്ല ക്വാളിറ്റി ഐറ്റമാണ് കേട്ടോ, സാധാരണ കിട്ടുന്ന പോലത്തെ അല്ല. അത്യാവശ്യം നമുക്ക് ഈ റോഡ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം, നല്ല സ്റ്റേർഡി ആണ്, പിന്നെ നല്ല നീളമൊക്കെ ഉണ്ട്. അപ്പോൾ നൈസായിട്ടുണ്ട് സംഭവം. നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് വന്നിരിക്കുന്നതെല്ലാം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നുള്ളത് സ്ലീപ്പ് ലൈക്ക് എ ബേബി, നാച്ചുറൽ പ്ലാൻ ബേസ്ഡ് മിക്സ്. ഇനി രാത്രിയാകുമ്പോൾ ഉറങ്ങാതിരുന്ന കമൻറ്റിന് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. എന്താ പേര്? സ്ലീപ്പ് ലൈക്ക് എ ബേബി. ബേബിയെ പോലെ ഇനി ഉറക്കമില്ലാതെ കമൻറ്റ് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റം. രാത്രി ഇച്ചിരി കലക്കി കൊടുത്താൽ മതി. അയ്യോ, ഇത് ഒന്ന് കുടിച്ച് നോക്കിയാൽ നമ്മുടെ ജീവൻ കാണുമോ? അതൊക്കെ കാണും. അല്ലേ? ഇതെന്താണ്? ആ മിക്സസ് കമ്പൈൻസ് ഹീലിംഗ് ഫുഡ്സ് ഓഫ് നേച്ചർ ആൻഡ് മോഡേൺ സയൻറ്റിഫിക് ന്യൂട്രീഷൻ. നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ഉള്ള ഒരു ന്യൂട്രീഷൻ, പ്ലാൻ ബേസ്ഡ് ന്യൂട്രീഷൻ ആണ്. അല്ല, ഓർഗാനിക് ആണ്, പ്രശ്നമൊന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നല്ല കോസ്റ്റ്ലി ഐറ്റം കേട്ടോ. ഇത്ര ഉള്ളെങ്കിൽ ഇതിന് 720 രൂപയും കണ്ട. നല്ല കോസ്റ്റ്ലി എന്തോ സംഭവമാണ്. വേണമെങ്കിൽ നോക്കാം. രാത്രി കിടന്ന് ഉറങ്ങിച്ചിരി. ഹൗ ടു യൂസ്: ബ്ലെൻഡ് ഇറ്റ് വിത്ത് മിൽക്ക് വാട്ടർ, മിക്സ് ഇറ്റ് ഇൻടു കേർഡ്, ഖീർ ഓർ ടോസ്റ്റ്. പിന്നെ 3 രീതി നമുക്ക് കുടിക്കാൻ. അതിനകത്ത് ഷുഗർ ഒന്നുമില്ല, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നുമില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, നല്ല നാച്ചുറൽ സാധനമാണെന്നാണ് പറയുന്നത്. ഉറങ്ങി ഇവിടെ വീഡിയോ ഒന്നും ഇടാതാവും. അതിനകത്ത് കുറെ കച്ചി ഉണ്ട്. മമ്മിക്ക് ഗ്രോ ബാഗ് ഇറക്കാൻ വേണ്ടി കുറെ കച്ചി ഇതൊക്കെ ഉണ്ട്. അവർക്കെല്ലാം അറിയാം കേട്ടോ, എല്ലാ സൈഡും ഒരു ക്ലിയർ ചെയ്താ പോയേക്കുന്നത്. പിന്നെ ഓരോന്നിലും ഓരോ കാർഡ്സ് ഉണ്ട്, എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്നുള്ളതും. പിന്നെ നമുക്കൊരു QR കോഡ് തന്നിട്ടുണ്ട്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർട്ടിക്കുലർ വീഡിയോസായിട്ടോ കാര്യങ്ങളിലോട്ടൊക്കെ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേക്കകത്ത് മറ്റേ ക്രിയേറ്റിനകത്ത് ഡൈയും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളും, പ്ലേക്കകത്ത് മ്യൂസിക് സബ്സ്ക്രിപ്ഷനും, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു. യൂട്യൂബിൻ്റെ വക ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അടിപൊളി ഗിഫ്റ്റ് വന്നേക്കുന്നത്. സാധാരണ മീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് നടക്കാറ്. ഇപ്രാവശ്യം മീറ്റിംഗ് കാര്യങ്ങളും ഈ കൊറോണ കാരണം നടക്കാത്തതുകൊണ്ടാവാം അവർ ഇങ്ങനൊരു സംഭവം എല്ലാ ക്രിയേറ്റേഴ്സിനും കൊടുക്കുന്നത്. അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും മമ്മിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിവേ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അത്യാവശ്യം നല്ലൊരു ബോക്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ വെക്കാം അല്ലേ? ഇത് സ്റ്റുഡിയോയിൽ വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ട് ഒരു രസമുണ്ട്. നമുക്ക് ഇതുപോലെ ചെയ്യണം, ഇതേപോലെ ഒരു ബോക്സ് അലമാര. എന്നിട്ട് നല്ലല്ലോ ഓരോ സാധനങ്ങൾ വെക്കാൻ നേരം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓരോന്നിങ്ങനെ നമുക്ക് തുറന്നാൽ മതിയല്ലോ. അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരുന്നാൽ ഓരോ ഐറ്റങ്ങൾ അതിനകത്ത്. ഓരോരുത്തരുടെയും തല ഓരോ രീതിയിലാണ് പോകുന്നത്. മമ്മിയുടെ ഇത് കണ്ടപ്പോൾ ഷെൽഫ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ഞാനിത് ആക്ച്വലി ഷെൽഫിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇതേപോലെ ഒരു ഷെൽഫ് ഉണ്ടാക്കിയാലേ ഇപ്പം നിങ്ങൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെക്കുക എന്നുണ്ടെങ്കിൽ നിനക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. എല്ലാം കിടന്ന് തപ്പുണ്ടല്ലോ. കൊള്ളാം, നൈസ് ഐഡിയ. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ലൊരു ഗിഫ്റ്റാണ് യൂട്യൂബിൻ്റെ വക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.